ഇന്ന് വരെ ഒരു ജാറത്തിങ്കിലും പോകരുതെന്ന് പഠിച്ച നമ്മളുടെ സിരകളിലേക്ക്, മക്ബറയിലേക്ക് മൂടാൻ പോകരുതെന്ന് പഠിപ്പിച്ച ആദർശ ബുദ്ധിയിലേക്ക് ഒരു മന്ത്രി ചൂതുന്നവന്റെ നേരെയും കൈനീട്ടി കൊടുക്കുന്നത് പാടില്ലെന്ന് പഠിച്ച ഇസ്ലാമിന്റെ ആദർശങ്ങൾക്ക് മുൻപിൽ ആ ആർജവത്തോടെ ആ ആദർശ ബോധത്തോടുകൂടി പ്രവർത്തിക്കാനും നമ്മെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ യുവത്വമെന്ന റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടു പോയവരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പരിശോധിച്ചു നോക്കുമ്പോ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ വളർച്ച യുവാക്കളുടെ കർമ്മശേഷിയിലൂടെയായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം 17 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെ റോമക്കാർക്കെതിരെ നേതാവാക്കുന്ന ഒരു രംഗമുണ്ട്. 17 വയസ്സ്. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കണം. കയ്യിലിരിക്കുന്ന മൊബൈലിൽ 15 സെക്കൻഡിന്റെ റീലുകളിൽ ഉടുത്തതും ഉടുക്കാത്തതും കണ്ട് ആനന്ദ നൃത്തമാടുന്ന ഒരു +2 കാരന്റെ വയസ്സിന്റെ സമയത്ത് ഉസാമ എന്ന 17 വയസ്സുകാരനെ ഹബീബായ നബി തങ്ങൾ റോമക്കാർക്കെതിരെ സൈന്യത്തിന്റെ നേതാവാക്കി. 1500 ജനങ്ങളോടൊപ്പം അന്ന് റോമക്കാർക്കെതിരെ പടപൊരുതാൻ ഇറങ്ങുന്നത് ഉസാമ റളിയല്ലാഹു അൻഹുവ. ആ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിൽക്കുന്നവർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ ചരിത്രത്തിൽ ഇടം പിടിപ്പിച്ച, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട പ്രവാചകന്റെ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് 17 വയസ്സുള്ള ഉസാമ എന്ന ചെറുപ്പക്കാരനായിരുന്നു. ആ യുദ്ധക്കളത്തിൽ വെച്ച് ഉസാമ റളിയല്ലാഹു അൻഹുവിന് മാരകമായ മുറിവുകൾ പറ്റുകയും അവസാനം റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചുള്ള വിളിയുത്തരം കിട്ടുകയും ചെയ്തപ്പോ ആ മകന്റെ മരണവാർത്തയറിഞ്ഞ് റസൂലുള്ളാന്റെ ഉമ്മയുടെ സ്നേഹം കൊടുത്തു വളർത്തിയ പ്രവാചകന്റെ പ്രിയപ്പെട്ട വളർത്തുമ്മ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയായിരുന്നു ആ മകന്റെ ഉമ്മ. മരണവാർത്ത കേട്ട സെക്കൻഡിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ റബ്ബേ, എന്റെ മകൻ ഉസാമയെ നിന്റെ സ്വർഗത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിക്കൊള്ളാം. ഉസാമയെ തൊട്ട് ഞാൻ അഭിമാനിക്കുന്നു റബ്ബേ എന്ന് ഒരുമ്മയുടെ നാവുകളുടെ പ്രാർത്ഥനകളാൽ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, യുവാക്കളെ, നമ്മളെ നശിപ്പിക്കാൻ പലരും വേഷം കെട്ടിവരും. 2.5 മണിക്കൂറിന്റെ സിനിമക്കാരൻ വരും, ഏതെങ്കിലും മോഡലുകൾ വരും, പലതും ആസ്വാദനത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. അവർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം: എന്റെ അഭിമാനം എന്റെ ഇസ്ലാമാണെന്ന്, എന്റെ വസ്ത്രം എന്റെ ഇസ്ലാമാണെന്ന്, എന്റെ സ്വഭാവം എന്റെ ഇസ്ലാമാണെന്ന്. കാരണം അത്രയേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ, ആകാശത്ത് കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ഷെയ്ഖുനെ കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളെ ഷെയ്ഖിന്റെ കറാമത്തിന്റെ അല്ലെങ്കിൽ ജാറങ്ങളുണ്ടെന്ന പേരിൽ പിന്നീട് അങ്ങോട്ട് തീവണ്ടികൾക്ക് സ്പീഡ് കൂട്ടാൻ എഞ്ചിനീയർ ശ്രമിച്ചിട്ടും എഞ്ചിൻ അനങ്ങാത്ത അവസ്ഥയുണ്ടെന്ന് കേൾക്കുമ്പോ തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലുള്ള കുടുംബങ്ങളാണ്. കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് 18ാമത്തെ കൊല്ലം ഷെയ്ഖ് കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും കോഴിക്കാലെടുത്തു കൊടുത്തപ്പോഴേക്കും പെൺകുട്ടി ഗർഭിണിയായി എന്ന വാദം മുതൽക്ക് മാസത്തിലൊരിക്കൽ അങ്ങ് മടവൂരിലെ ചിറ്റടിമീത്തലിലെ പറമ്പിൽ വന്ന് ഹിദർ നബിയോടും ജിബ്രീലിന്റെയും കൂടെ ഷെയ്ഖുന മടവൂർ കഞ്ഞിയും പയറും കുടിച്ചു പോകാറുണ്ടെന്ന കഥ മുതൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ഹജ്ജിന് പോകുന്ന കപ്പൽ നിന്നു പോയപ്പോ രാത്രികാലത്ത് ഷെയ്ഖിന്റെ പേരിൽ 100 കുത്തുബിയത്ത് ചൊല്ലിയപ്പോഴേക്കും വടിയും പിടിച്ച് പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ കടന്നു വന്ന ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് കപ്പലിന്റെ എഞ്ചിൻ സുരക്ഷിതമായി പിന്നീട് എത്തിയെന്നും പറയപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളുടെ ലോകമാ ഈ ഉമ്മത്തിന്റെ മുൻപിൽ തലേക്കെട്ടുകാരായ പുരോഹിതന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് പാവപ്പെട്ട ഒരു പെൺകുട്ടി പോലും ഈ കേരളക്കരയിൽ അനുഭവിക്കേണ്ടി വന്നത്. 5ാമത്തെ പ്രസവത്തിന് ഒരിക്കലും ആശുപത്രിയിൽ പോകാൻ പാടില്ലെന്ന് അതേ ഷെയ്ഖിന്റെ കാഫില പാടുന്ന ഒരു തലേക്കെട്ടുകാരൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ പ്രസവ വേദനയുടെ വേദന സഹിച്ച് 9 മാസത്തെ സങ്കടത്തോടുകൂടി ഒരു പെണ്ണ് കരയുമ്പോ ആ പെണ്ണ് പ്രസവിച്ചപ്പോ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ഓടിച്ചെന്ന് 1.5 രൂപയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡ് വാങ്ങി ഒരു ഉമ്മയുടെയും ഒരു കുഞ്ഞിന്റെയും പൊക്കിൾ കൊടി മുറിച്ചു മാറ്റാൻ
ഒരു തലക്കെട്ടുകാരന്റെ മനസ്സിന് മനസ്സാക്ഷി കുത്തില്ലെങ്കിൽ അത്രമാത്രം അപകടകരമായ അന്ധവിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടെത്തിക്കാൻ ഇന്നത്തെ പുരോഹിതന്മാരായ ഭൗതികവാദികൾക്കും പണമോഹികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നേർക്ക് നേരെ കാണാൻ സാധിക്കും. ആ ജനതയെ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. മക്ക എന്ന ജനതയെ ഹബീബായ നബി തങ്ങൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് ലോകത്തേറ്റവും ആദരിക്കപ്പെട്ട ജനക്കൂട്ടമായി പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത ആ മക്കയെ അള്ളാഹുവിന്റെ ഹബീബിന് തിരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, യുവാക്കളെ, കർമ്മശേഷി ഉപയോഗിക്കേണ്ടത് സീൽക്കാര ശബ്ദങ്ങളുടെ ബ്ലൂ ഫിലിമിന്റെ കാഴ്ചകൾക്ക് മുൻപിലല്ല, ഇരുട്ടറയാക്കപ്പെട്ട സിനിമാ കോട്ടകളിലല്ല, ഇരുചക്രവാഹനത്തിൽ 105 പെൺകുട്ടികളുടെ കമന്റുകൾ കിട്ടാൻ വേണ്ടി പാറിപ്പറക്കുന്ന ഭൗതികതയുടെ ആധുനിക ലോകത്തല്ല നമ്മളെ ചുറുചുറുക്ക് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. അന്ധവിശ്വാസങ്ങൾക്ക് മുൻപിൽ, അനാചാരങ്ങൾക്ക് മുൻപിൽ ഇബ്രാഹിം നബിയെ പോലെ, പ്രവാചകനെ പോലെ നെഞ്ചും വിരിച്ചു പറയാൻ പറ്റണം, എന്റെ ആദർശം എന്റെ അഭിമാനമാണ് എന്ന്. എന്തുകൊണ്ട് ഞാൻ ഈ ആദർശവാദിയായി? ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയെ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാ, ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, ഞാൻ അവനിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. ആദർശ രംഗത്തിടപെടുമ്പോ കുറ്റപ്പെടുത്തൽ ഉണ്ടാകും, സ്വാഭാവികം. ആക്ഷേപങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. ആളുകൾ കല്ലെറിയും. ഒരിക്കലും പൂച്ചെണ്ടുകളോ പൂമാലകളോ ബഹുമാനങ്ങളോ കിട്ടിക്കൊള്ളണം എന്നില്ല. എന്റെ വാപ്പയെ ഞാൻ കേൾക്കേണ്ടി വന്നത് ആദർശത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാ. എന്റെ ഉമ്മ വേശിയാണെന്ന് പോലും മറ്റുള്ളവരെ കൊണ്ട് ആളുകൾ ആക്ഷേപിച്ചത് മടവൂര് കാഫിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാ. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഉമ്മത്തിൽപ്പെട്ട ഏതൊരുത്തൻ നമുക്ക് നേരെ ഉന്നയിച്ചാലും ആർജവത്തോടെ പറയാൻ പറ്റണം, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തിലേക്ക് ചേർക്കപ്പെട്ടവനാണ് എന്ന്. അതുണ്ടാകണമെങ്കിൽ തൗഹീദിന് വേണ്ടി പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്ത് അതൊരാനന്ദമായിട്ട് കാണണം. മൈലുകൾക്കപ്പുറത്തു നിന്നും ഞാൻ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള കാരണം നിങ്ങളെ കാണാനുള്ള മോഹമല്ല. ഇതിലാരുടെയെങ്കിലും കുടുംബത്തോട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കടമയല്ല. മറിച്ചെന്റെ യുവാക്കളെ, നിങ്ങളിലൂടെ, നിങ്ങളുടെ നാവുകളിലൂടെ, നിങ്ങളുടെ സിരകളിലൂടെ, നിങ്ങളുടെ വിയർപ്പ് തുള്ളികളിലൂടെ, നിങ്ങളുടെ ചിന്തകളിലൂടെ ഈ സമൂഹത്തിലേക്ക് റബ്ബിന്റെ ആദർശം പടരണം. റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് പണിയെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. എങ്കിലേ നമ്മളെ യൗവനം ഉപയോഗപ്പെടുത്തിയവരായി റബ്ബ് നമ്മളെ കണക്കാക്കുകയുള്ളൂ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ഒരൊറ്റ ചിന്ത മതി. നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ, 3 പിടി മണ്ണ് വാരിയിടുമ്പോ, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആലെന്ന് ഖബറും പുറത്തുനിന്ന് കുടുംബക്കാർ പറയുമ്പോ, ആ ഖബറിന്റെ അരികിൽ നിന്നും കാലടിപ്പാടുകളുടെ ശബ്ദം അകലത്തേക്ക് നീങ്ങുന്ന സമയത്ത് വാനലോകത്ത് നിന്നും ഇറങ്ങി വരുന്ന മാലാകമാർ തട്ടിവിളിച്ച് നമ്മളെ ഖബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തി ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന ചോദ്യം. ആ ചോദ്യത്തിന്റെ മുൻപിൽ നാവിന്റെ കെട്ടിക്കൊടുക്കലുകളില്ലാതെ, മനസ്സിന്റെ ഭയപ്പാടുകളില്ലാതെ, വിതുമ്പുന്ന ചുണ്ടുകളോ വിറയ്ക്കുന്ന നാവുകളോ ഇല്ലാതെ ആർജവത്തോടെ പറയാൻ പറ്റണം, റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന്. അത് പറയണമെങ്കിൽ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, മോഹം തോന്നിപ്പിക്കുന്ന പലതും ഈ ദുനിയാവിലുണ്ടാകും. കൂടാത്ത കൂട്ടുകാരുണ്ടാവും. ഏത് നന്മക്കിറങ്ങുന്ന സമയത്തും നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകും. അവർക്കൊക്കെ അവരുടെ ഇച്ഛയാണ് വലുതെങ്കിൽ നമ്മുടെ ഇച്ഛ എന്റെ റബ്ബിനു വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം, എന്റെ റബ്ബിനു വേണ്ടി എനിക്ക് പണിയെടുക്കണം എന്ന ചിന്തയാവണം. അല്ലെങ്കിൽ ഈ നൽകപ്പെടുന്ന ഓരോ അനുഗ്രഹങ്ങളും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് നമുക്ക് കരുത്തുണ്ട്. ഈ കൈകൾ ബലഹീനമാകുന്ന ഒരു ദിനം വരാനുണ്ട്. ഈ കറുത്ത രോമങ്ങൾക്ക് വെളുത്ത ചായം വരുന്ന ഒരു ദിനമുണ്ട്. ഈ കാണുന്ന കണ്ണുകളുടെ കാഴ്ചശക്തി കുറയുന്ന ഒരു കാലമുണ്ട്. കണ്ണെത്തുന്നിടത്ത് മനസ്സെത്താതാകുമ്പോ, മനസ്സെത്തുന്നിടത്ത് കാലെത്താതാകുമ്പോ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാർദ്ധന്യങ്ങളിലേക്ക് ഞാനും നിങ്ങളും ചേർന്നെത്തുന്നതിന്റെ മുൻപ് കിട്ടിയ യൗവനത്തെ പടച്ചോന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. ഖബറിൽ, അന്തക്കിലും ഖൈബറിലും ഉഹദിലും ബദറിലും സ്വഹാബത്ത് കൊടുത്ത ആ ആദർശത്തിന്റെ രക്തം, ആ ആദർശത്തിന്റെ ജീവിതത്തിന്റെ അഭിമാനം തിരിച്ചു കൊടുക്കാൻ
നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നാളെ ചോദ്യം ചെയ്യപ്പെടും. നൽകപ്പെട്ട സർവ്വതും അള്ളാന്റെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ലാ തസൂലു ഖദമ. ഇതിലേക്ക് വരാത്തതിന്റെ പേരിൽ ഈ ലോകത്ത് ഒരാളും നിങ്ങളെ ആക്ഷേപിച്ചു കൊള്ളണമെന്നില്ല. ഈ സദസ്സ് കഴിയുന്നതിന്റെ മുൻപേ എഴുന്നേറ്റ് നടന്നു പോകുന്ന ഒരു വ്യക്തിയോട് ഇരിക്കടോ എന്ന് പറയാൻ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരാൾക്കും സാധിക്കുകയില്ല. നേരം വെളുത്തിട്ട് സുബഹിക്ക് പള്ളിയിൽ വരാതെ കടന്നുറങ്ങുന്നവന്റെ വീട്ടിൽ ചെന്ന് എഴുന്നേറ്റ് വാടോ എന്ന് പറയാൻ ഒരാൾക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എങ്കിലറിഞ്ഞോ, കാലുകൾക്ക് ചങ്ങലയിട്ട് നിൽക്കുന്ന ഒരു മഹ്ശറ ലോകം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ആ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരടിമക്ക് കാലിന്റെ അടി ഒന്നനക്കണമെങ്കിൽ അനക്കാൻ സാധിക്കില്ല മനുഷ്യരെ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടല്ലാതെ അൻ ഉംരിഹി, നിങ്ങളുടെ ആയുസ്സിനെ തൊട്ട് പഠനം മതിയോ, ജോലി മതിയോ? എങ്കിൽ ആഹാരം നഷ്ടപ്പെട്ടേക്കാം. പഠനം വേണം, ജോലിയും വേണം, സൗഹൃദം വേണം, യാത്രകൾ വേണം. കൂടെ റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ സമയം കണ്ടെത്തണം. റബ്ബിന് വേണ്ടി വിയർപ്പ് തുള്ളികൾ വറ്റിക്കാൻ പറ്റണം. നെറ്റിത്തടത്തിലെ വിയർപ്പുമായി നാഥന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ പറ്റണം. ഈ ലോകം മുഴുവൻ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കാൻ എന്റെ പരിശ്രമം എനിക്ക് സാധിച്ചു എന്ന് ആ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന നമ്മളെ ആയുസ്സിനെ പറ്റി നാഥന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. വഅൻ ശബാബിഹി, നിങ്ങളുടെ യൗവനത്തെ പറ്റി, ചുറുചുറുക്കുള്ള നിങ്ങളുടെ യുവത്വത്തെ കുറിച്ച് തീർച്ചയായും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദർശ യൗവനം നമ്മുടെ അഭിമാനമാകണം. മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഈ സമൂഹത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ആർജവത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഇട്ടാവട്ടത്തുള്ള കേരളക്കരയിൽ നൂറുകണക്കിന് മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എങ്കിലും നമുക്കുറപ്പിച്ച് പറയാൻ സാധിക്കും, ആരുടെയെങ്കിലും റാൻമൊഴികളായി അവിടെയും ഇവിടെയും കാലുവെച്ച് ആളുകൾക്കനുസരിച്ച് ആദർശം മാറ്റി പറഞ്ഞവരല്ല കേരളത്തിലെ മുജാഹിദീങ്ങൾ. എന്നും ഒരേ വാക്ക് 1921 ഏറിയാട് നിന്നും ആരംഭിച്ച് 2025 എത്തി നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്നും ഈ ഉമ്മത്തിനോട് പറയാനുള്ളത്, ഇരുട്ടിന്റെ മറവിലും വെളിച്ചത്തിന്റെ പകലിലും വിജനതയുടെ മരുഭൂമിയിലും ഏതേത് സംഘടനയിലും ഏതേത് പ്രയാസത്തിലും ഏതേത് പരീക്ഷണത്തിലും ഏതേത് മനുഷ്യന്റെ മക്കളില്ലായ്മയിലും ഒരൊറ്റ വിളി, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബ് മതി എന്ന ആദർശം അത് ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ പണിയെടുക്കുന്ന ഒരൊറ്റ വിഭാഗം മാത്രമേയുള്ളൂ. അത് നമ്മളാ. എന്തേ കാരണം? കേരളത്തിലുള്ള മറ്റു പലരും സംസാരിക്കുന്നത് അവരുടെ അന്ധവിശ്വാസത്തിൽ നിന്നും ജനങ്ങൾ വിശ്വാസത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയാ. ചിന്തിച്ചു നോക്കൂ, ജാറത്തിങ്കലേക്ക് പോകരുത് എന്ന് പറയുന്നത് മുജാഹിദുകാരന്റെ ആദർശമായത് കൊണ്ടല്ല, ഹബീബായ മുത്തുനബിയുടെ ആദർശമായതുകൊണ്ടാ. മരിക്കുന്ന മുഹമ്മദ് എന്ന ഞാൻ, പ്രവാചകൻ എന്ന ഞാനാണെങ്കിൽ പോലും ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ പോലും നിങ്ങൾ കെട്ടിപ്പൊക്കി ആരാധിക്കരുത് എന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ ആശയം ഈ സമൂഹത്തിന് ഓതിക്കൊടുക്കുന്നവർ ഒരൊറ്റ കൂട്ടരേയുള്ളൂ, നമ്മൾ എന്ന വ്യക്തികൾ, ആദർശത്തിന്റെ അഭിമാനമുള്ളവർ. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിന്റെ മുൻപിൽ ഒരു ജാറത്തിങ്കിലേക്കും കയറി ചെന്ന് കൈനെട്ടിക്കൊടുക്കാത്തവൻ, ഒരു മുടിയിട്ട വെള്ളത്തിനും ക്യൂ നിൽക്കാത്തവൻ, ഒരു മന്ത്രി ചൂതുന്നവന്റെ നാവിന്റെ തുപ്പലുകൾക്കും കാത്തു നിൽക്കാത്തവൻ, ഒരു ഊതിക്കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടി ക്യൂന്നിട്ട് 10,000 ചെലവാക്കാത്തവർ നമ്മളാണെങ്കിൽ ആർജവത്തോടെ പറയാൻ പറ്റും, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാ, എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച ആ ചിന്തകളുള്ളത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നല്ല എന്റെ യുവാക്കളെ ചിന്തിക്കേണ്ടത്, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും. 2003 മുതൽ 22 കൊല്ലം ഈ സമൂഹത്തിന് വെളിച്ചം കൊടുക്കാൻ റബ്ബെന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അതെന്റെ അഭിമാനമാണെന്നും റബ്ബിന്റെ കാരുണ്യമാണെന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. നമുക്കല്ല, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ഫ്രാൻസിൽ ഏറ്റവും പേരുകേട്ട വിളക്കു നഗരം എന്നൊരു നാടുണ്ട്.
പാരീസ് എന്നതിന് അറിയപ്പെടുന്നു. സിറ്റി ഓഫ് ലൈറ്റ് അഥവാ വെളിച്ചങ്ങളുടെ നാങ്ങാടി എന്ന് പറയപ്പെടാനുള്ള കാരണം എന്ത് എന്ന ചരിത്രത്തിന്റെ പിന്നിൽ ആ പാരീസ് ഒരു കാലഘട്ടത്തിൽ ഏറെ ഇരുട്ടു ബാധിച്ചൊരു പ്രദേശമായിരുന്നു. അപകടങ്ങൾ തുടർക്കഥ, എന്നും അപകടങ്ങൾ. ആ സമയത്തൊരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം വായനക്കിരിക്കുന്ന സമയത്ത് ആ വിളക്കുമെടുത്ത് റോഡിന്റെ അരികിൽ വന്നിരുന്നു. ആ വെളിച്ചത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അവന്റെ ആ വെളിച്ചം കണ്ട് അപകടങ്ങൾ കുറയാൻ തുടങ്ങി. പിന്നീട് ഓരോ വീട്ടിലെ ചെറുപ്പക്കാരും അവരുടെ പഠനം വിളക്കുകൾ എടുത്ത് റോഡിന്റെ അരികിലേക്ക് മാറി. പിന്നീട് ആ നാട് അറിയപ്പെട്ടത് ലോകത്തേറ്റവും ഭംഗിയാക്കപ്പെട്ട, അല്ലെങ്കിൽ വിദേശികളുടെയും സഞ്ചാരികളുടെയും പർദീസ എന്നറിയപ്പെടുന്ന ദ സിറ്റി ഓഫ് ലൈറ്റ് എന്ന വെളിച്ചത്തിന്റെ നഗരമായി ഇന്ന് ലോക ഭൂപടത്തിൽ ഏറ്റവും മനോഹരമായ വെളിച്ചത്തിന്റെ നാടായി ആ പ്രദേശത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കല്ല, എനിക്ക് ഈ സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ആ കൂട്ടായ്മയോടെ ചേർന്നു നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മളെയുള്ളൂ. വേറെ പലരും രാഷ്ട്രീയ അജണ്ടയുള്ളവരാ, വേറെ പലരും ഹദീസ് നിഷേധം നടത്തി ജീവിക്കുന്നവരാ, വേറെ പലരും രണ്ട് തോണിയിൽ കാലിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ, മറ്റു പലരും അധികാരം മോഹിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാ, മറ്റു പലരും വിദേശ പണം മാത്രം ആഗ്രഹിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാ. അവർക്ക് മുൻപിൽ നമ്മളെയുള്ളൂ. സംഘമായി, കെട്ടായി, ആര് തകർക്കാൻ നോക്കിയാലും, ആര് തളർത്താൻ ശ്രമിച്ചാലും, ആരൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും, ആരൊക്കെ നമുക്കെതിരെ പേനയുന്തിയാലും, ആരൊക്കെ നമുക്കെതിരെ വാൾ പോസ്റ്ററുകൾ ഇറക്കിയാലും, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനുൻ മർസൂസ്. ചേർത്തു വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, ഒരു മല പോലെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അള്ളാഹു കൂടെയുണ്ടാകും. പ്രിയപ്പെട്ട യുവാക്കളെ, ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ISM ശത്രുക്കളുടെ കണ്ണിൽ എന്നും കരടായി അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു കാരണം, ഗാനമേള സംഘടിപ്പിച്ച് അതിന്റെ ടിക്കറ്റ് കൊടുക്കാതെ പറ്റിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും രാത്രികളിൽ നിശാ നൈറ്റുകൾ സംഘടിപ്പിച്ചതിന്റെ പേരിലല്ല, മറിച്ച് ISM മറ്റുള്ളവർക്ക് ശത്രുവാകുന്നത് ആദർശം കൃത്യമായി തുറന്നു പറഞ്ഞ് സമൂഹത്തിന്റെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ്വതിനെതിരെയും കൃത്യമായ നിലപാടുകൾ അവതരിപ്പിച്ചതിന്റെ പേരിലാ. അതിന്റെ അണികളാകാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തന്നിട്ടുണ്ടെങ്കിൽ കേവലം ഒരു റബ്ബർ സ്റ്റാമ്പിലല്ല നമ്മളുടെ ഉത്തരവാദിത്വം, കേവലം ഒരു സ്ഥാനത്തല്ല എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ISMന്റെ പ്രവർത്തകനാണോ, അതൊരിക്കലും ഖേദമായി പടച്ചോന്റെ അടുത്ത് കാണാതിരിക്കണം. ISMന്റെ പ്രവർത്തകനാണോ, ഒരിക്കലും അതൊരു നാണക്കേടായി റബ്ബിന്റെ മുൻപിൽ വിചാരണക്ക് എടുക്കാതിരിക്കണം. എങ്കിൽ ചേർന്നു നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. ആ ചെറുത്തുനിൽപ്പാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ആഗ്രഹിക്കുന്നത്. ആ ചെറുത്തുനിൽപ്പാണ് അങ്ങ് ഫലസ്തീനിൽ ആ ജനത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റുകൾക്കും ഫാസിസക്കാരനും ആ ഫലസ്തീൻ എന്ന നഗരം ഒരു കോമഡിയാണെങ്കിലും, അവർക്ക് പരിഹാസമാണെങ്കിലും, മനുഷ്യത്വം മരവിക്കാത്ത ലോകരാജ്യങ്ങൾ ഫലസ്തീനിന്റെ പട്ടിണിക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ 10,000 രാഷ്ട്രതലവന്മാർക്ക് മുൻപിൽ എനിക്കെന്റെ രാജ്യം തരൂ, അല്ലെങ്കിൽ എന്നെ അടക്കാനുള്ള 6 അടി മണ്ണ് തരൂ എന്ന് ലോകത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ നാവ് കൊണ്ട് ലോകം മറക്കാത്ത വാക്കുകൾ ഉച്ചരിച്ച മൗലാന ജൗഹർ അലിയുടെ വാക്കുകൾ കടമെടുത്ത് ഫലസ്തീനിന്റെ നേരെ നോക്കി ഇസ്രായേൽ ഭരണകൂടത്തോട് നമുക്ക് പറയാൻ സാധിക്കണം, ഫലസ്തീൻ ജനതയ്ക്ക്, ഫലസ്തീൻ മക്കൾക്ക് നിങ്ങൾ ഫലസ്തീൻ കൊടുക്കണം. നിങ്ങൾ പട്ടിണിക്കിട്ടാലും 4 ചുമരുകൾക്കുള്ളിൽ അവരെ ഉപരോധിച്ചാലും ചീറിപ്പാഞ്ഞു വരുന്ന തീയുണ്ടകൾക്ക് മുൻപിൽ സ്വന്തം വിരിമാറും വയറും കാണിച്ചു കൊടുത്ത് സ്വന്തം വിശ്വാസത്തിനും ആശയത്തിനും വേണ്ടി ജീവിക്കാൻ പടപൊരുതുന്ന ആ ഫലസ്തീനികളെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നമ്മൾ പ്രവർത്തിക്കാനിടങ്ങണം. തൗഹീദിന് വേണ്ടി, അന്ധവിശ്വാസത്തിനെതിരെ കാർന്നു തിന്നുന്ന ഈ സമൂഹത്തിന്റെ വൃത്തിഹീനമായ വിശ്വാസ സംസ്കാരത്തിനെതിരെ, പെണ്ണും കെട്ടുന്നതിനെതിരെ, ആണും ഗേ സെക്സ് നടത്തുന്നതിനെതിരെ, LGBTQ എന്ന മഴവിൽ മനോഹരങ്ങൾ ഈ കേരളക്കരയിൽ വർദ്ധിച്ചു വരുന്നതിനെതിരെ, ക്യാമറക്ക് മുൻപിലും പിന്നിലും പ്രവർത്തിക്കുന്ന, അഭിനയിക്കുന്ന, എന്റെ വീട്ടിൽ കയറ്റുമെന്ന് പരസ്യമായി കേരളത്തിലെ ഉമ്മമാരുടെ മുഖത്തടിച്ച മഹാനടനെതിരെ ആർജവത്തോടെ പറയാൻ പറ്റണം, ഞങ്ങളുണ്ട്. മനുഷ്യത്വത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ, മനുഷ്യനെ മനുഷ്യനാകാൻ പഠിപ്പിച്ചവർ, മനുഷ്യർക്ക്
ജീവിതത്തിന്റെ ലക്ഷ്യബോധം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവർ എല്ലാറ്റിനും അവസാനം കയറി ചെല്ലുന്ന മണ്ണെന്ന ലോകത്ത്, ഖബറെന്ന ലോകത്ത് കാത്തിരിക്കുന്ന ദൈവതൃപ്തിക്ക് വേണ്ടി ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും പണിയെടുക്കുന്ന നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ ഭയക്കണം. തിന്മകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അതിനു പകരം കേവലം സ്ഥാനത്ത് മാത്രം ഇതുപോലത്തെ പരിപാടികളിൽ മാത്രം പങ്കെടുത്ത് മറ്റുള്ളവനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം സമൂഹത്തിനല്ല, പകരം റബ്ബാരെയെങ്കിലും കൊണ്ടുവരും. നഷ്ടം നമ്മൾക്ക് മാത്രമാ. തോളിലെടുക്കുന്നവൻ 6 അടി മണ്ണ് കറക്കി വെക്കുമ്പോ ഒരു മലക്കും നമ്മളെ കാത്തിരിക്കില്ല, ഒരാളും നമ്മളെ കൂടെയുണ്ടാവില്ല എന്ന തിരിച്ചറിവോട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളിൽ ഒരുവൻ എന്ന മനസ്സോടുകൂടി ആദർശ യൗവനം അഭിമാനമാകണം, ആത്മാഭിമാനമാകണം. നമ്മൾ ഇടപെടുന്ന ഏത് രംഗത്തും ISM എന്ന ആദർശം നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു സമ്മേളനം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.